ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തിൽ ഇന്ത്യയിൽ പ്രതിഷേധം ശക്തം. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളാകുമെന്ന ആശങ്ക. ഹിന്ദുക്കൾക്കെതിരെ ആക്രമണമെന്ന് റിപ്പോർട്ട് തള്ളി ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് യൂനുസ്. വിശദമായി നോക്കാം. അപകടത്തിന് കാരണം മഴയും വേഗവും. ആലപ്പുഴ വണ്ടാനം TD മെഡിക്കൽ കോളേജിലെ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണമായത് അമിത വേഗവും മഴയും. 5 വിദ്യാർത്ഥികളുടെയും പോസ്റ്റ്മോർട്ടം ഉച്ചയോടെ പൂർത്തിയാകും. 12 മണിയോടെ പൊതുദർശനമുണ്ടാകും. മൃതദേഹം നാട്ടിലെത്തിക്കാനും ക്രമീകരണങ്ങൾ ഒരുക്കി. നമുക്ക് കാലാവസ്ഥ, ഞാൻ RTOയോട് സംസാരിച്ചപ്പോൾ കാലാവസ്ഥ മോശമായിരുന്നു. ഒരുപക്ഷെ ഇത് ഈ കുട്ടികൾ ഇവിടുന്ന് പോയ സമയത്ത് പറഞ്ഞ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തെന്ന് കയറി ഒരുപക്ഷെ വിസിബിലിറ്റി കുറവുണ്ടായിട്ടുണ്ടായിരിക്കണം. മഴയുടെ കാഠിന്യം കൊണ്ട് വിസിബിലിറ്റി കുറവുണ്ടായിരിക്കണം. ഇത് ഇത്രയും വന്ന വണ്ടി കാണാതെ പിടിച്ചായിരിക്കും സാധ്യതയുണ്ട്. ഡീറ്റെയിൽ എൻക്വയറി നമുക്ക് നടത്താം. 14 വർഷം പഴക്കമുള്ള വണ്ടിയെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എൻക്വയറിൻ്റെ വാഹനത്തിൻ്റെ ഉടനെ പറ്റിയൊക്കെയുള്ള അന്വേഷണം ഞാൻ RTO എൻക്വയറി നടത്താനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ എൻക്വയറി ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. 12 മണിക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ പൊതുദർശനത്തിന് ശേഷം ബോഡികൾ അതാത് സ്ഥലങ്ങളോട് കൊണ്ടുവന്ന ക്രമീകരണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ, അദ്ദേഹത്തെ ആംബുലൻസ് തന്നെ വീട്ടിൽ കൊണ്ട് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം ഉണ്ട്. പാലക്കാട് സ്വദേശി ശ്രീദീപ്, മലപ്പുറം സ്വദേശി ദേവനന്ദന്, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി. ഇപ്പോൾ ഇവിടെയെല്ലാം ബോഡി നമ്മൾ 5 ആംബുലൻസ് AC ആംബുലൻസ് ക്രമീകരിച്ചിട്ടുണ്ട്. അത് വീടുകളിൽ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം സംഭവിച്ചത്. നിയന്ത്രണം വിട്ട ടവേര സ്കിഡ് ചെയ്ത് എതിരെ വന്ന ബസ്സിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അപകടം ഒഴിവാക്കാൻ ബസ് പരമാവധി ഒതുക്കി നിർത്തിയെങ്കിലും കാർ ഇടിച്ചു കയറുകയായിരുന്നു. വാഹനത്തിന്റെ കാലപ്പഴക്കം, വാടകയ്ക്ക് ലഭിച്ചതെന്നിവയെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും. 11 പേരാണ് അപകടത്തിൽപ്പെട്ട ടവേരയിൽ ഉണ്ടായിരുന്നത്. റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെന്നും അപകടങ്ങൾ പതിവാണെന്നും പ്രദേശവാസികൾ പറയും. രാത്രികാലങ്ങളിൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മഴയും കൂടിയാണ്. ഒട്ടും ഒന്നും കാണാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ് കാരണം. ഈ റോഡിന്റെ വീതി കുറവ്, ഈ 2 വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നതെല്ലാം ഈ റോഡിൽ കൂടെ തന്നെ പോകണം. അതിനൊക്കെ മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സിഗ്നൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടോ? സിഗ്നൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഒരു അതിനകത്ത് ഒരു വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട് ഈ ടവേര. എന്നിട്ടാണ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് പിന്നെ സ്കിഡ് ചെയ്യുന്നത്. അതെ, ഇതെല്ലാം നമ്മുടെ റോഡിന് വീതിയില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. വീതി ഉണ്ടോ? ഇപ്പൊ 4 വരി പാത അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വീതിയുള്ള റോഡാണെങ്കിൽ ഒരിക്കലും ഈ ബസ്സുമായിട്ട് ഇടിക്കാൻ ഒരു ചാൻസും ഇല്ല. വീതി കുറച്ച് കൂടുതലാണെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കി കിട്ടും. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലല്ലേ? ഇല്ല, എല്ലായിടത്തും ഇല്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ കുറെ പോകാൻ അങ്ങോട്ടും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ചേട്ടാ, ഇന്നലെ എത്ര മണിയോടെയാണ് ഈ സംഭവം? 9:45. എന്തായിരുന്നു? നിങ്ങൾ എങ്ങനെ അറിഞ്ഞ അപകടം? തൊട്ട് പെട്ടേ താമസിക്കുന്നത്. അവിടെ ഒരു സൗണ്ട് കേട്ട ഓടി വരുന്നത്. ഓടി വരുമ്പോൾ ഇതേമാതിരി ഇടിച്ച കണ്ടീഷനാണ് കാണുന്നത്. അത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഇതായിരുന്നു. ഭയങ്കര ശബ്ദമായിരുന്നു. എന്തായിരുന്നു ആ സമയത്ത് കണ്ട കാര്യങ്ങൾ? കണ്ടത് പെട്ടെന്ന് ആക്സിഡന്റ് വണ്ടി വന്ന് കാറാണ് ഇടിക്കുന്നത്. ഞാൻ തൊട്ട് പറ്റ താമസിക്കുന്നു, വാടകയ്ക്ക് താമസിക്കുന്നു. നിങ്ങളെ വീട്ടിലായിരുന്നത്? വീട്ടിലായിരുന്നു. വീട് വരെ ശബ്ദം കേട്ടു? സൗണ്ട് കേട്ട് ഇതിന്റെ ബാക്കിൽ തന്നെ ആണല്ലേ? അപ്പം ചേട്ടൻ ഓടി വരുന്ന സമയത്ത് ഇവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു? ആൾക്കാർ അടുത്ത് വരുന്നേ ഉള്ളൂ സൗണ്ട് കേട്ട്. പിന്നീട് എങ്ങനെയാണ് ഇവര് പുറത്തെടുക്കുകയും മറ്റു കാര്യങ്ങൾ? പുറത്ത് ഫയർ വന്നാണ്, അല്ലാതെ എടുക്കാൻ പറ്റില്ല. എല്ലാവരും സ്പോട്ടിൽ ഒരു 2 പേര് സ്പോട്ടിൽ തന്നെ മരിച്ചിരിക്കുന്നു. ആണല്ലേ? വാഹനത്തിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 1.5 മാസമായിട്ടുള്ളൂ. അവരെല്ലാരെയും അറിയിച്ചോ? അറിയാം. അവരൊക്കെ ന്യൂസ് കേട്ടപ്പോൾ തന്നെ അറിഞ്ഞല്ലോ. എല്ലാവർക്കും അറിഞ്ഞു, വിവരം കിട്ടി. നിങ്ങള് അവരിങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടോ? അവർ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരും. ഇന്നൊരു 11:30 ആകുമ്പോൾ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരി എത്തും. ഒരു 8 മണിക്ക് തന്നെ അവർ ഹെലികോപ്റ്റർ മുഖാന്തരം അഗത്തിയിലാണ് ഫ്ലൈറ്റുള്ള. അഗത്തിയിൽ നിന്ന്
ഇങ്ങോട്ട് വരും. ഉപ്പയും ഉമ്മയും വരുന്നുണ്ട്. വരുന്നുണ്ടല്ലേ? അതിനുള്ള അറേഞ്ച്മെന്റ് അവിടുത്തെ MP ഹംദുള്ള സയ്യിദ് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര മണിയാകുമ്പോൾ എത്തുമെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്? ഒരു 12 മണിക്കുള്ളിൽ എന്തായാലും എത്തും. അവിടുന്ന് നെടുമ്പാശ്ശേരി എത്തും. പിന്നെ ഇവിടെ തന്നെയാണ് മയ്യത്ത് മറമാടുന്നത്. എറണാകുളത്താണ് മറമാടുന്നത്. അവിടെ മാർക്കറ്റ് സെൻട്രൽ ജുമാ മസ്ജിദ് അവിടെയാണല്ലേ നടത്തുന്നത്. കാറിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിന് ദൃക്സാക്ഷിയായ പ്രദേശവാസി സജുവിന് ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല. സംഭവസ്ഥലത്ത് തന്നെ 2 പേർ മരിച്ചതായാണ് സജു പറയുന്നത്. ഇന്നലെ അപകടം നടക്കുമ്പോൾ ഈ സംഭവ സ്ഥലത്ത് തൊട്ടപ്പുറത്തായി താമസിക്കുന്ന ആൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് സജു എന്നാണ്. ഏകദേശം 30 സെക്കൻഡിനുള്ളിൽ അപകടം നടന്ന അദ്ദേഹം ഓടിയെത്തിയെന്നാണ് പറയുന്നത്. അല്ലെ, വീട്ടിൽ മോള് കിടന്ന് കരഞ്ഞപ്പോഴേക്കും എന്താ വലിയൊരു ശബ്ദവും കേട്ടു. അപ്പം പുറത്തോട്ട് വന്നപ്പോഴേക്കും ഇത് ജാമായി കിടക്കുക. വണ്ടി തൊട്ടപ്പുറത്താണല്ലേ വീട്? തൊട്ടടുത്ത് തന്നെ വീട് ജാമായി കിടക്കുക. അപ്പം ബാക്കിലെ ഡോറ് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുവഴി 2 കുട്ടികളെ പുറത്തോട്ടെടുത്തു. ബാക്കിയുള്ളവരെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. മൊത്തം ജാമായിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന എന്തായിരുന്നു അതിന്റെ കാഴ്ച? ഈ വണ്ടി ഇടിച്ച് ഡോർ മാത്രം തുറന്നിട്ടുണ്ട്. അതിന്റെ അകത്തുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ അനക്കമുള്ളത്. ബാക്കി ആർക്കും അനക്കമില്ല. കൂടുതലും ഒരു 4-5 കുട്ടികളെ മൂക്കിൽ നല്ലോണം ബ്ലഡ് വരുന്നുണ്ട്. പിന്നെ കൈയും കാലൊക്കെ നല്ല മുറിവുണ്ടായിരുന്ന സമയത്ത്. പിന്നെ പെട്ടെന്ന് ആ വെള്ളത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ബസ് ജാമായിരുന്നതുകൊണ്ട് ഈ കാർ വണ്ടിയും ഇതുമായിട്ട് ജാമായിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ബസ്സിൻ്റെ അകത്ത് കയറി കീ എടുത്ത് മാറ്റി. കീ എടുത്ത് മാറ്റിയിട്ട് വണ്ടി ന്യൂട്രലാക്കി. ന്യൂട്രലാക്കി നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു. അവർ ബാക്കിലോട്ട് തള്ളിക്കഴിഞ്ഞപ്പോഴാണ് വണ്ടി ഒന്ന് ക്ലിയർ ആയത്. അതിനുശേഷം ഫയർഫോഴ്സ് വന്നു. അവരും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അത് വെട്ടിപ്പൊളിച്ച് എടുത്തപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ 3 പേര് ഡെത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു. പുറത്തേക്ക് ആദ്യം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അല്ലേ? വാഹനം ജാമായിരുന്നു കുട്ടികളകത്ത്. 20 മിനിറ്റോളം ജാമായിരുന്നു. 20 മിനിറ്റിന് ശേഷമാണ് നമ്മൾ 2 പേരെ ബാക്കിലുള്ള 2 പേരെ നമ്മൾ പുറത്തെടുത്തായിരുന്നു. പക്ഷെ 20 അവസ്ഥ എന്തായിരുന്നു? അവർക്ക് കുഴപ്പമില്ല. 2 പേർക്ക് വലിയ കുഴപ്പം. ഏറ്റവും പുറകിലിരുന്ന 2 പേർക്ക് വലിയ കുഴപ്പമില്ല. ഏറ്റവും മുന്നിൽ ലെഫ്റ്റ് സൈഡിലിരുന്ന ആ ഇടിയിൽ തന്നെ ആള് പോയിട്ടുണ്ട്. ഡ്രൈവറിന്റെ വശത്തോട്ടല്ല ഇടി, റൈറ്റ് സൈഡിലല്ലേ. ഡ്രൈവറിന്റെ കാലിൽ മാത്രമേ വലിയ പരിക്ക് കാണുന്നുള്ളൂ. ആ പയ്യൻ മാത്രമേ കരയുന്നുള്ളൂ. ബാക്കി ആർക്കും അനക്കമില്ലായിരുന്നു. പിന്നെ ആ സമയത്ത് ഈ പറയുന്ന ഞാൻ 7-8 പേരെ കണ്ടുള്ളൂ. ആ വെപ്രാളത്തിന് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാലും പിന്നെ ഈ ഡ്രൈവർ, അതായത് ഇപ്പുറത്തെ സൈഡ് വണ്ടി ഇടിച്ച് നല്ലപോലെ തകർന്ന ഭാഗമില്ലേ, അതിനകത്തുണ്ടായിരുന്ന ആളുകളെ എടുക്കാൻ എത്ര സമയം എടുത്തു? പുറത്തുള്ള ഒരു എല്ലാം കൂടെ ഒരു അരമണിക്കൂറിന് മേളിലെടുത്താണ്. ഫയർഫോഴ്സ് എത്തി. അവരാണോ അത് ശരിക്കും കഷ്ടപ്പെട്ടു. അവരും കൂടെ വന്നോണ്ട് നമുക്ക് ആളെ എടുക്കാൻ പറ്റിയത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന കട്ടറും മറ്റ് പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റ് ഇരുന്ന പുള്ളി ജാമായിരിക്കുകയായിരുന്നു. ഫ്രണ്ട് ജാമായിരിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ കട്ടർ കൊണ്ടുവന്നിട്ട് ബെൽറ്റ് കട്ട് ചെയ്തുകൊണ്ട് മാത്രം ആ ചെറുക്കന് നിവർന്ന് നിൽക്കാൻ പോലും പറ്റിയത്. എന്നിട്ടാണ് എടുക്കുന്നത്. പക്ഷെ അകത്തുള്ള ഓരോരുത്തരെ എടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റും 10 മിനിറ്റും സമയമെടുക്കും. അപ്പം എന്താ പറയാ, ഈ 3 പേർക്ക് മാത്രമേ പുറകിൽ നിന്ന് കുട്ടികൾക്ക് ബോധം ഉണ്ടായിരുന്നു. 2 പേർക്ക് ബോധമുണ്ട്. ഡ്രൈവറിനും ബോധം ഉണ്ടായിരുന്നു. പുറകിൽ ഇരുന്ന ഒരു കുട്ടിയുണ്ട്. ബാക്കി ആർക്കും അനക്കമില്ലായിരുന്നു. ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമായി മാത്രമേ ഉള്ളൂ. അല്ല ബോഡിക്ക് വേറെ ഇതൊന്നുമില്ലായിരുന്നു. വാഹനത്തിന് ഇടതുവശത്ത് ഇരുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പരിക്ക്. അതെ, ഇടതുവശത്തിരുന്ന ആൾക്കാർക്കാണ് കൂടുതലും പരിക്ക് പറ്റിയത്. പിന്നെ നടുക്കിരുന്ന സീറ്റിന്റെ അകത്ത് എനിക്ക് 4-5 പേരുണ്ടത് ഇടുങ്ങിയിരിക്കുകയായിരുന്നു. അവർക്ക് എല്ലാവർക്കും നല്ല പരിക്കുണ്ട്. ഞാൻ ഒരു കുട്ടിയുടെ പെടലി ഒടിഞ്ഞ പോലെ കിടക്കുകയായിരുന്നു. ബാക്കിയുള്ളവരെയൊക്കെ പറയാൻ പറ്റത്തില്ല. കയ്യും കാലും ഒക്കെ വല്ലാത്ത രീതിയിലായിരുന്നു. കാർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അത്ര ഭീതിതമായിരുന്നു ആ അപകടം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ആലപ്പുഴയിൽ നടന്നത്. ശരണ്യ സ്നേഹജൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ശരണ്യ, ഈ വൈദ്യപരിശീലനം നടത്തേണ്ടിയിരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അവർ എത്തിയത് ജീവനില്ലാതെയാണല്ലേ? അത് ഈ നാടിനെ തന്നെ ഒന്നാകെ വേദനിപ്പിച്ചൊരു സംഭവമായി പോയി അല്ലേ ശരണ്യ? തീർച്ചയായിട്ടും ഒരു വലിയ ഒരു ദാരുണമായൊരു സംഭവം, അതീവ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. മെഡിക്കൽ വിദ്യാർത്ഥികളായ മിടുക്കരായ 5 കുട്ടികളാണ് ഇന്നലെ ഈ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടത്. നമുക്കറിയാം വൈദ്യശാസ്ത്ര രംഗത്തേക്ക് എത്തേണ്ട
മിടുക്കരായ 5 പേരാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അപകടത്തിൽ, അതും ദാരുണമായൊരു അപകടമെന്ന് തന്നെ പറയാം, അവർ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ പഠിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഇപ്പോൾ ശ്രീദീപിൻ്റെയും മുഹമ്മദ് ഇബ്രാഹിമിൻ്റെയും മുഹമ്മദ് അഫ്സലിൻ്റെയും ആയുഷിൻ്റെയും ദേവാനന്ദിൻ്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 4 ടേബുകളിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഉള്ളത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിരാവിലെ തന്നെ പലയിടങ്ങളിൽ നിന്നായി ബന്ധുക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ സംസ്കാരം ഇന്ന് ഇവിടെ ആലപ്പുഴയിൽ എറണാകുളം മാർക്കറ്റ് പള്ളിയിൽ നടക്കുമെന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവരവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഉച്ചയോടുകൂടി അവരും ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ പാലക്കാട് സ്വദേശി ശ്രീദേവിൻ്റെയും ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിൻ്റെയും ഒപ്പം തന്നെ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അഫ്സൽ ജബ്ബാർ, കോട്ടയം സ്വദേശി ആയുഷാജി, കോട്ടയത്താണ് ആയുഷിൻ്റെ അച്ഛൻ്റെ വീടെങ്കിലും അമ്മയുടെ വീടായ കാവാലത്താണ് സംസ്കാരം നടക്കുക എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ദേവാനന്ദ്, മലപ്പുറം സ്വദേശിയായ ദേവാനന്ദിൻ്റെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നത് മലപ്പുറത്താണെങ്കിലും പാലായിൽ ആണ് അവരുടെ സംസ്കാരം നടക്കുക. അച്ഛൻ്റെ വീട് പാലായിലാണ്. പാലയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ അവരോടൊപ്പം ഉണ്ടായിരുന്ന, അതായത് ഈ 11 വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനത്തിന് പിന്നാലെ തന്നെ 2 കുട്ടികൾ ഇരുചക്ര വാഹനത്തിലും ഇവരെ പിന്തുടർന്നിരുന്നു. അതായത് ഇന്നലെ ഇവർക്ക് അനാട്ടമി എക്സാം ആയിരുന്നു. അനാട്ടമി എക്സാം കഴിഞ്ഞതിന് ശേഷം അവർ ആ ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ഇതിലാണ് അവർ ഇന്നലെ രാത്രി സിനിമയ്ക്ക് പുറപ്പെട്ടത്. കുറേ ദിവസമായി ഞാൻ അവരോട് സംസാരിക്കുമായിരുന്നു. കുറേ ദിവസമായി ആ ഒരു പഠനത്തിൻ്റെ ക്ഷീണമാണ്, അത് കഴിഞ്ഞ് ഒന്ന് സിനിമയ്ക്ക് പോയതാണ്, ഒരു റിലാക്സേഷന് വേണ്ടി ഞങ്ങൾ പോയതാണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ പുറകെ വന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഈ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞു. ഇരുചക്ര വാഹനത്തിലുള്ളവർ ചെന്ന് ഈ വാഹനം പരിശോധിച്ചെങ്കിലും അവർക്ക് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ആ വിദ്യാർത്ഥികൾ ഇപ്പോൾ നമ്മളോട് കണ്ണീരോടെ പറയുന്നത്. എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പ്രതികരിക്കാൻ വരാൻ കഴിയാത്തൊരവസ്ഥയാണ്. അവർ അങ്ങനെ ഒരു ട്രോമയിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 3 അപകടത്തിൽപ്പെട്ട് മരിച്ച 3 വിദ്യാർത്ഥികളുടെ അമ്മമാർ ഇവിടെ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ തന്നെ അപകടം സംഭവിച്ച ഇതിൽ ഏറ്റവും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഷെയ്നാണ്. ഷെയ്ൻ ഡെൻസ്റ്റൺ ആണ് രക്ഷപ്പെട്ടത്. ഷെയ്ൻ ആരോടൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അവൻ്റെ സഹപാഠികൾ പറഞ്ഞത്. വളരെ ഒരു മാനസികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിൽ ഒരു ട്രോമയിലാണ് ഷെയ്ൻ ഉള്ളത് എന്നുള്ളതും ഇപ്പോൾ അവൻ്റെ സഹപാഠികൾ നമ്മളോട് വ്യക്തമാക്കുന്നു. അവർ പഠിച്ച കോളേജ് അങ്കണത്തിൽ അല്പസമയത്തിനകം തന്നെ അവർക്ക് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് മോർച്ചറിയാണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് TD മെഡിക്കൽ കോളേജ് ഉള്ളത്. TD മെഡിക്കൽ കോളേജിൽ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, പൊതുദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 12 മണിയോടുകൂടി ഈ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തി പൂർത്തീകരിക്കുമെന്നാണ് ഫോറൻസിക് വിഭാഗം HOD ഡോക്ടർ ഷാരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മന്ത്രി P. പ്രസാദ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ 2 കുട്ടികളുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യമുണ്ട്. ഫ്രണ്ട് സീറ്റിലുണ്ടായിരുന്ന ഗൗരി, അതായത് വാഹനം ഓടിച്ചിരുന്ന ഗൗരി ആണ് വാഹനം വാടകയ്ക്ക് എടുത്തത് എന്നുള്ളതാണ് മറ്റു കുട്ടികൾ പറഞ്ഞത്. അവരെല്ലാവരും ചേർന്ന് തന്നെയാണ് അങ്ങനെ ഒരു വാഹനം വാടകയ്ക്കെടുത്ത് സിനിമയ്ക്ക് പോകാൻ അനാട്ടമി എക്സാമിന് ശേഷം സിനിമയ്ക്ക് പോകാനായി തീരുമാനിച്ചിരുന്നത്. ഗൗരിയുടെ കാലിന് ഗുരുതരമായ പരിക്കുണ്ട്. ഇപ്പോൾ ഗൗരിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ എടത്വ സ്വദേശി ആൽവിൻ ജോർജ്, ആൽവിൻ്റെ നിലയും ഗുരുതരമാണ്. കൊല്ലം പോരുവഴി സ്വദേശി ആനന്ദും ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പരിക്കേറ്റവരിൽ കൂടെ ഉണ്ടായിരുന്നത് ചേർത്തല സ്വദേശി കൃഷ്ണദേവ്, കൊല്ലം ചവറ സ്വദേശി മുഹസിൻ മുഹമ്മദ്, ഒപ്പം തന്നെ എറണാകുളം കണ്ണൻകുളങ്ങര സ്വദേശി ഗൗരി ശങ്കർ. ഗൗരിക്കും പരിക്കേറ്റിരുന്നു. ഗൗരിയാണ് ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ആലപ്പുഴ എടത്വ സ്വദേശി ആൽവിൻ്റെയും നില ഗുരുതരമാണ്. ഷെയ്നാണ് ഈ അപകടത്തിൽ പിൻ സീറ്റിലിരുന്ന അത്ഭുതകരമായി ഒരു പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷേ മാനസികമായി ആകെ തകർന്ന അവസ്ഥയിലാണ് ഷെയ്ൻ എന്നുള്ളതാണ് അവൻ്റെ സഹപാഠികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കുട്ടികൾ പറയുമ്പോൾ തന്നെ അവരെ പേടിച്ചിട്ട് കാരണം കൂടെ ഇരുചക്ര വാഹനത്തിൽ പുറകെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ്.
അവർക്ക് പോലും സഹപ്രവർത്തകരെ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് അവർ ഇവിടെ കാഷ്വാലിറ്റിയിലേക്ക് വെറുതെ കയറി പരിശോധിച്ചപ്പോഴാണ് തൻ്റെ സഹപാഠികളാണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ അവർ കണ്ണീരോടെ നമ്മളോട് വ്യക്തമാക്കുന്നത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കളർക്കോട് കാറും KSRTC ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് 5 മെഡിക്കൽ വിദ്യാർത്ഥികളെ നമുക്ക് നഷ്ടമായത്. KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ പുറത്തെടുത്തത്. KSRTC ബസിന്റെ മുൻ സീറ്റിലിരുന്ന യാത്രക്കാരിക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വൈറ്റിലിൽ നിന്ന് കായംകുളത്തേക്ക് പോയ ബസും എറണാകുളം ഭാഗത്തേക്ക് പോയ കാറുമാണ് കൂട്ടിയിടിച്ചു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നിരുന്നു. മറ്റു വാർത്തയിലേക്ക്. പാർട്ടിയോടുടക്കിയ മധു പുറത്ത്. മംഗലാപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ CPM-ൽ നിന്ന് പുറത്താക്കി. പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനും പൊതുജനമധ്യത്തിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയതിനുമാണ് നടപടി. മധു മുല്ലശ്ശേരി BJP-യിൽ ചേരും. BJP സംസ്ഥാന നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി BJP നേതാക്കൾ മധുവിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കും. VV അരുൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ തന്നെ തീരുമാനമായതാണ്, കർശന നടപടി ഉണ്ടാകും മധുവിനെതിരെ പാർട്ടിയിൽ നിന്ന് എന്ന് ഇപ്പോഴിതാ മധുവിനെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനും പൊതുജനമധ്യത്തിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയതിനുമാണ് നടപടി എന്ന് മനസ്സിലാക്കുന്നു. ഇത് ഒരു താക്കീതാണ് എന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക്, അല്ലെ, ഇത്തരത്തിലൊരു വിഭാഗീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കർശന നടപടിയിലേക്ക് കടക്കും എന്നതിന്റെ ഒരു താക്കീത് കൂടി സൂചനയാണ് ഈ മധുവിനെതിരെയുള്ള നടപടി എന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും CPM-ന്റെ സംഘടനാവിധി അനുസരിച്ച് വലിയ അച്ചടക്ക ലംഘനമാണ് മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി കാട്ടിയത്. പാർട്ടിയുടെ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക, നേതൃത്വത്തെ വെല്ലുവിളിക്കുക തുടങ്ങിയ കടുത്ത സംഘടനാ വിരുദ്ധമായ അച്ചടക്ക ലംഘനം നടത്തി. മറ്റു വഴികൾ CPM മുന്നിലില്ല. സമ്മേളന കാലയളവ് ആയതുകൊണ്ടാണ് ഇത്രയും വൈകിയത് നടപടി. സാധാരണഗതിയിൽ സമ്മേളന കാലയളവിൽ CPM സംഘടനാ നടപടിയിലേക്ക് കടക്കില്ല. ഇത് അസാധാരണ സാഹചര്യമാണ്. പാർട്ടിയെ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമാക്കിയ നീക്കമാണ് മധു നടത്തിയത്. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഇപ്പോൾ മധുവിനെ പുറത്താക്കിക്കൊണ്ട് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ജില്ലാ സെക്രട്ടറി ചേർന്ന് മധുവിനെ പുറത്താക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് മുമ്പാകെ വച്ചിരുന്നു. മംഗലപുരം ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും പൊതുജന മധ്യത്തിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മധു മുല്ലശ്ശേരിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു എന്നാണ് ജോയിയുടെ ജില്ലാ സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ജോയിക്കെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ മധു മുല്ലശ്ശേരി ഉന്നയിച്ചത്. ജോയ് വിഭാഗീയത വളർത്തുന്നു, തന്റെ ഇഷ്ടക്കാരെ മാത്രം കമ്മിറ്റികൾ ഉൾപ്പെടുത്തുന്നു, സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോൽക്കണമെന്ന് ആഗ്രഹിച്ച സ്ഥാനാർത്ഥി ആയിരുന്നു ജോയ് തുടങ്ങി രൂക്ഷമായ വിമർശനങ്ങൾ, ആരോപണങ്ങൾ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉന്നയിച്ചാണ് മധു മുല്ലശ്ശേരി പുറത്തുപോയത്. മധുവിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാൻ CPM തീരുമാനമെടുത്തിരിക്കുന്നു. അധികം വൈകാതെ മധു പുതിയ ലാവണത്തിലേക്ക് എത്തുകയാണ്. ഇന്നലെ തന്നെ BJP-യിലേക്ക് പോകാനുള്ള താല്പര്യം മധു നമ്മോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം DCC പ്രസിഡന്റ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോട് രവി അടക്കമുള്ളവർ മധു മുല്ലശ്ശേരിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. മധു നേരത്തെ മധുവിന്റെ കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ആളായിരുന്നു. മധുവിന്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്. അതുകൊണ്ട് തന്നെ മധുവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തി, പക്ഷെ അത് വിജയിച്ചില്ല. പകരം BJP-യിലേക്ക് തന്നെ പോവുകയാണ്. BJP-യുടെ സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് മധുവുമായി ചർച്ച നടത്തി. 10:30 BJP ജില്ലാ പ്രസിഡന്റ് VV രാജ് അടക്കമുള്ളവർ മധു മുല്ലശ്ശേരി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കാണും. BJP-യിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കും. മധുവിന്റെ മകൻ DYFI-യുടെ ബ്ലോക്ക് ഭാരവാഹിയായിരുന്നു, ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. ഇന്നലെ കടകംപള്ളി CPM സംസ്ഥാന സമിതി അംഗം പറഞ്ഞത് മധു പാർട്ടി വിട്ടാൽ മധുവിനൊപ്പം ഒരു അദ്ദേഹത്തിന്റെ മകൻ പോലും പോകില്ല, ആരും കൂടെ പോകില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. തൊട്ടു പിന്നാലെ ഈ കടകംപള്ളിയുടെ പ്രസ്താവന വന്ന് അധികം വൈകാതെ മധുവിന്റെ മകനും CPM വിടുകയാണെന്ന് അറിയിച്ചു. DYFI-യുടെ ഏരിയ നേതാവാണ്. അദ്ദേഹവും പാർട്ടി വിട്ടു. അങ്ങനെ മധു മുല്ലശ്ശേരി BJP-യിലേക്ക് പോവുകയാണ്. CPM-ന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ, CPM-ന് നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു ഏരിയ സമ്മേളനത്തിൽ ഇറങ്ങി വന്ന ഏരിയ സെക്രട്ടറി പാർട്ടിയെ വെല്ലുവിളിച്ചത്. അരുൺ, അച്ഛന് പിന്നാലെ മകനും CPM വിട്ട് പോകുന്നത് BJP-യിലേക്ക് തന്നെയാണോ? എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? അതിനൊരു വ്യക്തത വേണം. അദ്ദേഹത്തിന്റെ മകൻ എന്തായാലും ഇന്നലെ തന്നെ CPM-യുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നുവെന്ന്
വ്യക്തമാക്കിയിരുന്നു. അത് സ്വാഭാവികമായും മധുവിന്റെ പാത തന്നെ മകനും സ്വീകരിക്കുമോ എന്ന് അറിയാം. അല്പസമയത്തിനകം നമ്മൾ മധു മുല്ലശ്ശേരിയുടെ പ്രതികരണ വിഷയത്തിൽ തേടുന്നുണ്ട്. BJP നേതാക്കൾ 10 കൂടി അദ്ദേഹത്തെ വീട്ടിൽ സന്ദർശിക്കുകയും ചെയ്യും. തീർച്ചയായും അരുൺ, ഒരു കാര്യം കൂടി, ഈ വിഭാഗീയ പ്രശ്നങ്ങളിൽ ഇടഞ്ഞോ അതല്ലെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണോ ഒരു മുഴം മുന്നേ നേരത്തെ എറിഞ്ഞിരുന്നു മധു? കാരണം ഈ അച്ചടക്ക നടപടിക്ക് മുൻപ് തന്നെ മധു പാർട്ടി വിടുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഒരു സംശയം BJP-യിലേക്കാണോ കോൺഗ്രസിലേക്കാണോ ഒരു സംശയം മാത്രമേ അവിടെ ബാക്കി നിന്നിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും മധുവിന് മറ്റു വഴികൾ നമുക്കറിയാം. നേരത്തെയൊക്കെ ഒരു പാർട്ടി പുറത്താക്കിയാൽ കുറെ നാൾ ഒരു വഴിയുമില്ലാതെ നിൽക്കുന്ന നേതാക്കളെയാണ് നമ്മൾ പ്രാദേശികമായാലും അല്ലെങ്കിൽ ഉയർന്ന നേതാക്കളുമായി ആയാലും കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. വളരെ പെട്ടെന്ന് പുതിയ ലാഭങ്ങൾ തേടാൻ പാർട്ടി വിട്ടുപോകുന്നവർക്ക് അത് എല്ലാ പാർട്ടിയിൽ നിന്നും CPM വിട്ടാൽ BJP-യിലേക്കോ കോൺഗ്രസിലേക്കോ എവിടെ പോകാനുള്ള അവസരമുണ്ട്. മറ്റൊരു മുൻകാല ചരിത്രവും നോക്കാതെ പാർട്ടികൾ അവരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നമ്മൾ സന്ദീപ് നായരുടെ വിഷയത്തിൽ കണ്ടതാണ്. ഡോക്ടർ P. സരിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു ഏരിയ നേതാവാണ്, ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ഏരിയ സെക്രട്ടറി ആണെങ്കിൽ കൂടിയും അവിടെയും ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ BJP കോൺഗ്രസും തയ്യാറായി. ഒടുവിൽ BJP-യാണ് മധു തിരഞ്ഞെടുക്കുന്നത്. BJP-യിലേക്ക് മധു മുല്ലശ്ശേരി പ്രവേശിക്കും. CPM-ഉം അത്തരം കാര്യങ്ങൾ നേരത്തെ ഉറപ്പിച്ചിരുന്നു. BJP-യിലേക്ക് തന്നെ മധു പോകുമെന്നാണ് CPM നേതൃത്വം വിലയിരുത്തിയിരുന്നത്. കാരണം BJP നേതാക്കളുമായി നേരത്തെ അടുത്ത ബന്ധം മധുവിനുണ്ട് എന്ന് CPM നേതാക്കൾ ഇപ്പോൾ പറയുന്നു. നേരത്തെ അത്തരം ആരോപണങ്ങൾ അവർ പാർട്ടിക്ക് മുമ്പാകെ പരാതി കൊണ്ടെന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് അത്തരം പരസ്യമായ ആരും അക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ BJP നേതാക്കളുമായി നേരത്തെ തന്നെ ബന്ധമുണ്ട്. മധുവിന്റെ വീടിന്റെ ഫ്ളാറ്റിന്റെ പാലുകാച്ചൽ ചടങ്ങിനടക്കം BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തു എന്ന ആരോപണമാണ് ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്. 10 മണിയോടുകൂടി CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മധുവിനെതിരെയുള്ള പാർട്ടിയുടെ തീരുമാനം, മധുവിനെതിരെയുള്ള ആരോപണങ്ങളുടെ തെളിവുകളൊക്കെ ഒരുപക്ഷെ CPM പുറത്തുവിട്ടേക്കാം. തീർച്ചയായും BV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടി 10:30 മധുവിന്റെ വീട്ടിലെത്തി BJP നേതാക്കൾ ഔദ്യോഗികമായി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിക്കും. അതിനുശേഷം CPM നേതാവായിരുന്ന മധു ഇനി BJP-യിലായിരിക്കും. തിരിച്ചെത്താൻ വളരെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇതിൽ ശരണി, ഇവരിപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ കാറിൽ സഞ്ചരിച്ചിരുന്നവർ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഒപ്പം ഈ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറി എന്ന നിലയിൽ ദൃക്സാക്ഷികളുടെ ഭാഗത്ത് നിന്നടക്കം പ്രതികരണങ്ങൾ വരുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെയാണ് പിഴവ് സംഭവിച്ചത്, ആർക്കാണ് പിഴവ് സംഭവിച്ചത് എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ വലിയ വേഗത്തിൽ വന്ന് ഇടിച്ച ഇതാണ്. ആ വാഹനം കാണുമ്പോൾ തന്നെ അറിയാം അത് മുഴുവനായി തകർന്നിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. 7 യുവാക്കളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ആളുകൾ പങ്കുവെക്കുന്നത്. എന്തായാലും ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളാണ്, വണ്ടാനത്തിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ള വിവരം പ്രാഥമിക. ദുരിതം തീരാതെ തമിഴ്നാട്, വടക്കൻ കേരളത്തിൽ മഴ കനത്തു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലാണ് അവധി. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള യെല്ലോ അലർട്ടാണ്. ദക്ഷിണ കന്നഡ, ഉടുപ്പി ജില്ലകളിലും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കണ്ണൂർ അങ്ങാടിക്കവലയിൽ കാറിന് മുകളിൽ മരം വീണ യുവാവ് മരിച്ചു. അങ്ങാടിക്കടവ് സ്വദേശി ഇമ്മാനുവലാണ് മരിച്ചത്. മരം വീണ് നിയന്ത്രണം വിട്ട കാർ കുളത്തിലേക്ക് മറിയുകയായിരുന്നു. അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിന് സമീപമായിരുന്നു അപകടം. KV ബൈജുവും ഒപ്പം ഡാനി പോളും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം കാസർഗോഡേക്കാണ് KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, വലിയ മഴയാണ് കാസർഗോഡ് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണ് നിലവിലെ സാഹചര്യം? എപ്പോഴും തകർത്ത് പെയ്യുക തന്നെയാണോ?
ഭവ്യ, വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഏറ്റവും ദാരുണമായ സംഭവം ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇരിട്ടി റോഡിൽ അങ്ങാടിക്കടവിനടുത്ത് കാറ് നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു. അങ്ങാടിക്കടവിലെ ഇമ്മാനുവൽ 24 വയസ്സാണ് മരിച്ചത്. ഇദ്ദേഹം സഞ്ചരിച്ച കാറിന് മുകളിൽ മരം പൊട്ടി വീഴുകയായിരുന്നു. പിന്നീട് നിയന്ത്രണം വിട്ട ഈ കാർ സമീപത്തെ ഒരു കുളത്തിലേക്ക് മറിഞ്ഞ് അങ്ങനെയാണ് അപകടമുണ്ടായത്. അതിന് ഒരാളുടെ നില ഗുരുതരമാണ്. ഈ കാറിലുണ്ടായിരുന്ന ഒരാളുടെ നില ഗുരുതരമാണ്. ഏതായാലും മഴക്കെടുതിയിൽ വടക്കൻ ജില്ലകളിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഏതായാലും വരും മണിക്കൂറുകളിലും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. തീരപ്രദേശങ്ങളിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം മലയോര മേഖലകളിൽ ഈ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ മഞ്ചേശ്വരം, ഉപ്പള, കുമ്പള ഭാഗങ്ങളിലാണ് ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പുഴകളിലെല്ലാം അപകടകരമാം വിധം ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്കും അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴയുണ്ടാകും. ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. നമുക്കറിയാം 9:30 സമയമെടുക്കുന്നു. അപ്പോഴും ഇരുട്ട് കൂടിയ ഒരു കാലാവസ്ഥയാണ് നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഏതായാലും കണ്ണൂർ ജില്ലയിലാണ് ഈ കാലവർഷക്കെടുതിയിൽ ഒരു മരണം ഉണ്ടായിരിക്കുന്നത്. സഞ്ചരിച്ചിരുന്ന കാറ് അപകടത്തിൽപ്പെട്ട് കുളത്തിൽ മറിഞ്ഞ് അതിദാരുണമായ ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇമ്മാനുവൽ, 24 വയസ്സുള്ള ഇമ്മാനുവൽ, ഇവർ പരീക്ഷ എഴുതാൻ വേണ്ടി പുറപ്പെട്ട സമയത്തായിരുന്നു ഈ അപകടമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരം പൊട്ടി വീണപ്പോൾ ഈ കാറ് നിയന്ത്രണം വിട്ട് സമീപത്തെ ഒരു കുളത്തിലേക്ക് മറിഞ്ഞ് അങ്ങനെയാണ് മരണം സംഭവിച്ചത്. നാട്ടുകാർ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. എന്തായാലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഒപ്പം മംഗളൂരു ഉൾപ്പെടുന്ന ദക്ഷിണ കന്നഡ, ഉടുപ്പി ജില്ലകളിലെല്ലാം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ നിന്ന് നിലനിൽക്കുന്നത്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ഭവ്യ, ശരി, ഇനി നമുക്ക് മധ്യ കേരളത്തിലെ വിവരങ്ങൾ അറിയണം. ഡാനി ഇപ്പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, എന്താണ് നിലവിലൊരു സാഹചര്യം? മഴയുണ്ടോ? മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ ഒരു ദിവസമാണ് എന്ന് പറയാം, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലടക്കം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുടെ ഭീഷണി കാര്യമായി തന്നെ ഉണ്ടായിരുന്നു. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായിട്ട് രാവിലെയും വൈകുന്നേരം വരെയും എല്ലാം തന്നെ ഇടവിട്ട സമയങ്ങളിൽ മഴയുണ്ടായിരുന്നു. ചിലപ്പോൾ ശക്തമായ മഴയും എല്ലാം തന്നെ ലഭിച്ചിരുന്നു. മൂലം ഇന്നലെയെല്ലാം തന്നെ നഗരത്തിന്റെ ചില ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിലെല്ലാം ഒരു വെള്ളക്കെട്ട് ഭീഷണി നിലനിന്നിരുന്നു. രാത്രിയിലും മഴ തുടർന്നു. പക്ഷെ ഇന്ന് രാവിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും മഴയുടെ അത്തരം ഒരു അന്തരീക്ഷം മാറി നിൽക്കുന്ന അവസ്ഥയാണ്. വെയിൽ പറന്നിരിക്കുന്നു. വലിയ രീതിയിൽ മഴയ്ക്കുടെ ഒരു സാധ്യത എറണാകുളം ജില്ലയിൽ പൊതുവെയും തന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ തീരദേശ മേഖലകളിലും അതോടൊപ്പം തന്നെ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. തീരമേഖലകളിൽ ശക്തമായ തിരയടിക്കാനുള്ള സാധ്യതകളെല്ലാം കാണിച്ചിരുന്നു. ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത്തരം സാഹചര്യങ്ങളൊന്നും നിലവിൽ വേണ്ടി വന്നിട്ടില്ല. ഇന്ന് വളരെ തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് എറണാകുളം ജില്ലയിലുള്ളത്. മധ്യ കേരളത്തിൽ തൃശ്ശൂരിലും ആലപ്പുഴയിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴ, അതുമൂലമുണ്ടായ വെള്ളക്കെട്ട്, ഇത്തരം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മഴയുടെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവധി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെയും ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോഴും ഇടുക്കിയിലും മഴ ലഭിച്ചിരുന്നു. ഒപ്പം ഇത് ഹൈറേഞ്ചിലേക്കെല്ലാം തന്നെ യാത്ര ചെയ്യുന്നത് കേരളത്തിൽ ഇന്ന് പൊതുവിൽ ഒരു മഴ. ശരി, ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. ഫിൻചാലിന്റെ സ്വാധീനത്തിൽ തമിഴ്നാട്ടിൽ തുടരുന്ന ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. ശക്തി കുറഞ്ഞെങ്കിലും നീലഗിരി, കൃഷ്ണഗിരി, തിരുപ്പൂർ, ഈറോഡ്, തേനി, മധുര ജില്ലകളിൽ മഴ തുടരുകയാണ്. തിരുവണ്ണാമല ഉരുൾപൊട്ടലിൽപ്പെട്ട എല്ലാവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇന്ന് 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വിഴുപുരം വഴി റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായില്ല. പുതുച്ചേരിയിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്നും അവധിയാണ്. ദിൽന ദിനേശ് നൽകും കൂടുതൽ വിവരങ്ങൾ നാഷണൽ ഡെസ്കിൽ നിന്നും. ദിൽന, വലിയൊരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അത്രമാത്രം വലിയ ദുരന്തം നേരിട്ടു തമിഴ്നാട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? മഴ കുറഞ്ഞോ? സാഹചര്യങ്ങൾ അനുകൂലമായി തുടങ്ങി? ഭവ്യ, ഈ പറയുന്നത് പോലെ
ഫിഞ്ചാലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴും അവിടെ മഴ തുടരുകയാണ്. ഇന്ന് 15 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതും കേരള അതിർത്തിയുമായി പങ്കിടുന്ന ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചെന്നൈ അടക്കമുള്ള പല പ്രദേശങ്ങളിലും മഴ കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും പുതുച്ചേരിയിലടക്കം വലിയ തരത്തിലുള്ള ഒരു മഴ തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ തിരുവണ്ണാമലയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ മുഴുവൻ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട്. 5 കുട്ടികളടക്കമാണ് കാണാതായിട്ടുണ്ടായിരുന്നത്. അത് മുഴുവൻ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നാണ് അനൗദ്യോഗികമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ. മറ്റൊന്ന്, പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. തിരുവണ്ണാമലയിലെ ഉരുൾപൊട്ടലിൽ ഇന്നലെ ഉദയനിധി സ്റ്റാലിൻ സ്ഥലം സന്ദർശിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ സഹായധനം പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് രാത്രിക്കകം തന്നെ കൈമാറണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അവിടെ പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സേലം, നീലഗിരി, വിഴുപ്പുറം, തിരുവണ്ണാമലൈ, റാണിപ്പെട്ട് തുടങ്ങിയ ജില്ലകളിലും കൃഷ്ണഗിരി, കള്ളക്കുറിശി ജില്ലകളിലെ ചില താലൂക്കുകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ തിരുവണ്ണാമലയിലടക്കം കനത്ത മഴയിൽ പല ക്ഷേത്രത്തിൻ്റെയൊക്കെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീഴുന്ന ദൃശ്യമൊക്കെ ഇന്ന് രാവിലെ നമ്മൾ കണ്ടിരുന്നു. മറ്റൊന്നെന്ന് പറഞ്ഞാൽ 2000 കോടി രൂപയുടെ അടിയന്തര സഹായമാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. പലപ്പോഴും തമിഴ്നാടിന് ഇതിനോടകം തന്നെ അഭ്യർത്ഥിച്ച പല സഹായധനങ്ങളും കിട്ടാത്തതുമൊക്കെ ഉള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിന് എത്രത്തോളം ഈ ഒരു പ്രശ്നത്തിന് നിലനിൽക്കും എന്നുള്ളത് അറിയേണ്ടത് തന്നെയാണ്. നിലവിൽ അവിടെ മഴ ശക്തമാണ്. ചെന്നൈയിലടക്കം മഴ ഒന്ന് ശമിച്ചിട്ടുണ്ട് എങ്കിലും മറ്റ് പല സ്ഥലങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ഭവ്യ, തീർച്ചയായും എന്തായാലും വലിയ ഉരുൾപൊട്ടലടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. 7 പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലമാണിത്. ആ ഉരുൾപൊട്ടലിന്റെ ഭീതിതമായ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. മറ്റു വാർത്തയിലേക്ക്. സുഖമം ശരണവഴികൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമല തീർത്ഥാടനം 17 ദിവസം പിന്നിടുമ്പോൾ പതിവ് ആശയക്കുഴപ്പവും പരാധീനതകളും ഇല്ലാതെ സമാധാനപരമായ തീർത്ഥാടന കാലം ഉറപ്പുവരുത്താനാകുന്നുവെന്നാണ് ഇക്കുറി ഉള്ള നേട്ടം. മുൻ വർഷത്തേക്കാൾ തീർത്ഥാടകരെത്തിയിട്ടും കൃത്യമായ ആസൂത്രണത്തോടെ തിരക്ക് മറികടക്കാൻ കഴിഞ്ഞുവെന്നതും പ്രത്യേകതയാണ്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നിരിക്കെ ഈ മികച്ച തുടക്കം നിലനിർത്താനാകുമോ എന്നതാകും ദേവസ്വം ബോർഡിനും പോലീസിനും മുൻപിലുള്ള വെല്ലുവിളി. നവംബർ 15-ന് ആരംഭിച്ച തീർത്ഥാടനം 15 ദിവസം പിന്നിടുമ്പോൾ തന്നെ 11.5 ലക്ഷം പേരെത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെത്തിയത് 7 ലക്ഷം തീർത്ഥാടകർ. മുൻ വർഷത്തേക്കാൾ 4.5 ലക്ഷം പേർ അധികമെത്തിയിട്ടും ആശയക്കുഴപ്പം ഒന്നും തന്നെയില്ല. നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും ഏറെക്കുറെ എല്ലാം മികച്ച സൌകര്യങ്ങൾ. മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട സാഹചര്യം എവിടെയുമില്ല. ഇക്കുറി നടത്തിയ മുന്നൊരുക്കങ്ങളിൽ നിർണായകമായത് സുപ്രധാനമായ ചില തീരുമാനങ്ങളാണ്. ദർശന സമയം 2 മണിക്കൂർ ദീർഘിപ്പിച്ചു. നട അടച്ചു കഴിഞ്ഞാലും 18-ാം പടിയിലൂടെ ഭക്തരെ കയറ്റിവിട്ടു. 18-ാം പടിയിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി സമയം 20-ൽ നിന്ന് 15 മിനിറ്റായി കുറച്ചു. വിർച്വൽ ബുക്കിംഗിനൊപ്പം സ്പോട്ട് ബുക്കിംഗും നടപ്പിലാക്കി. ആരും ദർശനം നടത്താതെ തിരിച്ചു പോകുന്നില്ല. തിരക്കേറിയ ഒരു മണ്ഡലകാലം പകുതി പിന്നിടുമ്പോൾ സുഗമമായി എല്ലാം കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് ദേവസ്വം ബോർഡിനും ആശ്വാസം. 70,000 വെർച്വൽ ക്യൂ ആയിക്കോട്ടെ, പക്ഷേ 3 എൻട്രി പോയിന്റുകൾ നിങ്ങൾ വെച്ചിട്ടുണ്ട്. പീരുമേട്, എരുമേലി, പമ്പയിൽ 8 കൗണ്ടറുകളുണ്ട്. അവിടെ അത്യാവശ്യം വന്നാൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പന്തൽ ഒരുക്കിയിട്ടുണ്ട്. എത്ര പേർ വന്നാലും നമുക്കൊരു ഇപ്പോൾ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് വന്നിരിക്കുന്നത്. അതായത് 16,500 താഴെ, 16,500 താഴെ. എത്ര പേർ നമുക്ക് മാലയിട്ട് തുറന്നിട്ട് വന്നാലും അവര് ഒരാളും തിരിച്ചു പോകുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സംതൃപ്തിയോടുകൂടി ഭക്തജനങ്ങൾ മടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് 20-22-ലധികം ചെറുതുവലുതുമായ ഡിപ്പാർട്ട്മെന്റുകളുടെ സംയോജിതമായ പ്രവർത്തനമാണ്. മണ്ഡലകാലം പകുതിക്ക് ശേഷമാണ് സാധാരണഗതിയിൽ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കാറുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ 80,000-ന് മുകളിൽ തീർത്ഥാടകർ ഒരു ദിവസം എത്തിച്ചേരുമെന്നാണ് കണക്കാക്കുന്നത്. 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ഒരു സമയത്ത് എത്തുമ്പോഴാണ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതും തീർത്ഥാടകർക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നതും. ഇതുകൂടി കണക്കാക്കിയാണ് പോലീസിന്റെ നടപടികൾ. ചുഴലിക്കാറ്റും കനത്ത മഴയും കാരണം ഈ ദിവസങ്ങളിൽ വരാനാകാത്ത തീർത്ഥാടകർ
വരും ദിവസങ്ങളിലെത്തുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധി നേരിടുവാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും പോലീസും തയ്യാറെടുക്കുന്നത്. ശബരിമലയെക്കുറിച്ച് ധാരണയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായ സ്ഥലങ്ങളിൽ വിന്യസിക്കാനായതും തീർത്ഥാടനം സുഗമമാകുവാൻ ഒരു കാരണമായിട്ടുണ്ട്. ഇതേ രീതിയിൽ മുന്നോട്ടു പോകാനായാൽ പോലീസിനും ദേവസ്വം ബോർഡിനും മാതൃകയാക്കാവുന്ന ഒരു മണ്ഡലകാലമാകും ഇത്. വിപിൻ മുരളിക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. 8 മണിവരെ 28,018 പേർ ദർശനം നടത്തി. കാലാവസ്ഥ അനുകൂലമായത് തീർത്ഥാടകർക്ക് ദർശനത്തിന് സൌകര്യമായി. 3 ദിവസത്തിന് ശേഷം ശബരിമലയിൽ അന്തരീക്ഷം തെളിഞ്ഞ ഒരു ദിവസമാണ് ഇന്ന്. നല്ല ശാന്തമായ അവസ്ഥ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂടിക്കെട്ടിയ അന്തരീക്ഷവും കനത്ത മഴയും കോടമഞ്ഞുമൊക്കെ ആണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. തീർത്ഥാടകർക്ക് സുഗമമായി പമ്പയിൽ നിന്നും സന്നിധാനം വരെ എത്തി ദർശനം നടത്തി മടങ്ങാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം 86,000-ത്തിലധികം തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തിയത്. അതിൽ തന്നെ 14,000-ത്തിലധികം പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സ്പോട്ട് ബുക്കിംഗിന്റെ കണക്ക് കൂടിയാണ് കഴിഞ്ഞ ദിവസത്തേത്. പമ്പയിൽ നിന്നും അതിനു മുൻപുള്ള ദിവസങ്ങളിൽ മഴയും മറ്റും കാരണം കയറാൻ കഴിയാത്തവരെല്ലാം ഒന്നിച്ച് ഇന്നലെ എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഏറ്റവും അധികം തിരക്കനുഭവപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് വരാൻ കഴിയാത്ത തീർത്ഥാടകർ അവർ ഒന്നിച്ചു വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം 80,000-ത്തിന് മുകളിലേക്ക് തീർത്ഥാടകർ ഒരു ദിവസം ഇവിടെ എത്തും എന്ന് തന്നെ വേണം കണക്കാക്കുവാൻ. ഇന്ന് രാവിലത്തെ സാഹചര്യം അനുസരിച്ച് മണിക്കൂറിൽ 4,000-നും 5,000-നും ഇടയ്ക്ക് തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. മിനിറ്റിൽ 60-നും 70-നും ഇടയിൽ തീർത്ഥാടകർ 18-ാം പടി കയറുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നിയന്ത്രണ വിധേയമാണ്. നടപ്പന്തലിന് അപ്പുറത്തേക്ക് ആളുകൾ ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല. കാരണം പമ്പ മുതൽ സന്നിധാനം വരെ വലിയ നിയന്ത്രണങ്ങളില്ലാതെ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. പക്ഷെ നടപ്പന്തൽ എത്തിയാൽ ഒരുപക്ഷെ ചിലപ്പോൾ 1 മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട സാഹചര്യം വരും. അത് സ്വാഭാവികമായിട്ടുമുള്ള ഒരു അവസ്ഥയാണ്. അതിനപ്പുറത്തേക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നിലവിൽ സന്നിധാനത്തില്ല എന്ന് തന്നെ വേണം പറയുവാൻ. പമ്പയിൽ നിന്നും 4 മണിക്കൂർ കൊണ്ട് സന്നിധാനത്തെത്തി ദർശനം നടത്താൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. മാനം തെളിഞ്ഞു, വെയിലുദിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇതേ ഒരു കാലാവസ്ഥയാണെങ്കിൽ പുല്ലമേട് വഴിയും പരമ്പരാഗത കരണപാത വഴിയുമുള്ള തീർത്ഥാടകരെ അനുവദിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അതിൽ തീരുമാനം വരേണ്ടതുണ്ട്. നിലവിൽ സുഗമമായിട്ടാണ് ശബരിമലയിലെ തീർത്ഥാടനം പുരോഗമിക്കുന്നത്. രാവിലെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അയ്യപ്പന്മാർക്ക് ഏറെ സമയം കാത്തുനിന്ന് ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. പമ്പ മുതൽ സന്നിധാനം വരെ ഒരു 4 മണിക്കൂർ കൊണ്ട് എത്തി ദർശനം നടത്തി മടങ്ങാവുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വിപിൻ മുരളിക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. വിഴിഞ്ഞത്ത് മോദിയെത്തുമോ? വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചേക്കും. ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ എത്തിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം തുടങ്ങി. തുറമുഖ പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ കഴിയുമെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. ട്രയൽ റൺ സമയത്ത് തന്നെ രാജ്യാന്തര ചരക്ക് കപ്പലുകളുടെ ഇടത്താവളമായി മാറിയ അപൂർവ നേട്ടവുമായാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് ഒരുങ്ങുന്നത്. 8,867 കോടി രൂപ ചെലവിൽ മുൻ നിശ്ചയിച്ചതിനേക്കാൾ 1.5 വർഷം വൈകിയാണ് പദ്ധതി പൂർത്തിയാകുന്നത്. 5,595 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ സംസ്ഥാനം വഹിക്കുക. ഇതിൽ സംസ്ഥാനം ലഭ്യമാക്കിയ 2,159.39 കോടി രൂപ ഇതിനോടകം ചെലവഴിച്ചതായാണ് കണക്കുകൾ. ആദ്യഘട്ടത്തിൽ 2,454 കോടി രൂപയുടെ നിക്ഷേപമാണ് അദാനി ഗ്രൂപ്പ് നടത്തുന്നത്. സംസ്ഥാന സർക്കാരുമായി കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പ് ഒപ്പുവെച്ച വിഴിഞ്ഞം സപ്ലിമെന്ററി കൺസെഷൻ കരാറിലൂടെ 2028-നകം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കി പ്രതിവർഷം 30 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള തുറമുഖമാക്കി വിഴിഞ്ഞത്തെ മാറ്റാനാകുമെന്നാണ് വിലയിരുത്തൽ. ഡിസംബർ ആദ്യവാരം ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യാനിരിക്കെയാണ് പദ്ധതിക്കായി കേന്ദ്രം ആകെ നൽകാമെന്ന് പറഞ്ഞിരുന്ന
817.8 കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് വായ്പയായാണ് നൽകുന്നതെന്നും സംസ്ഥാനം ഇത് പലിശ സഹിതം തിരിച്ചടക്കണമെന്നും കേന്ദ്രം വ്യക്തമാക്കിയത്. ഇതോടെ ഡിസംബറിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് വൈകുമെന്ന ആശങ്കയും ഉയർന്നു. അതിനിടെയാണ് പ്രധാനമന്ത്രിയെ തന്നെ ചടങ്ങിന് നേരിട്ട് ക്ഷണിച്ച് അനുനയ നീക്കത്തിനുള്ള സർക്കാരിന്റെ അവസാനവട്ട ശ്രമം. വിസിലിന്റെ ബോർഡ് യോഗം ചേർന്നാകും തുറമുഖ കമ്മീഷനിങ്ങിന്റെ തീയതി തീരുമാനിക്കുക. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പുകളടക്കം 67 രാജ്യാന്തര ചരക്ക് കപ്പലുകൾ കൈകാര്യം ചെയ്തതാകട്ടെ 1,37,000-ലധികം കണ്ടെയ്നറുകൾ. ട്രയൽ റൺ സമയത്ത് തന്നെ ഈ അപൂർവ നേട്ടം കൈവരിക്കാനായതിന്റെ കരുത്തുമായാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷനിങ്ങിന് ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. കേരള സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വിസി നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. താൽക്കാലിക വിസിമാരെ നിയമിച്ച ചാൻസലറുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ 2 ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഹർജികളിൽ ചാൻസലർ ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകിയേക്കും. സർക്കാർ നൽകിയ പാനലിന് പുറത്തുനിന്നായിരുന്നു ചാൻസലറുടെ താൽക്കാലിക വിസി നിയമനം. ഇത് സർവകലാശാല നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് സർക്കാരിന്റെ വാദം. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിനായി വിട്ടു നൽകിയത് ചോദ്യം ചെയ്ത് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. MM ലോറൻസിന്റെ പെൺമക്കളായ ആശ ലോറൻസ്, സുജാത ബോബൻ എന്നിവർ നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദർ, ജസ്റ്റിസ് S മനു എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അപ്പീലുകളിൽ ഹൈക്കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ ഇന്ന് കോടതി വിധി പറയും. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത്. PP ദിവ്യ, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ TV പ്രശാന്ത് എന്നിവരുടെ ഫോൺ കോൾ, ടവർ ലൊക്കേഷൻ വിവരങ്ങൾ സംരക്ഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. നവീൻ ബാബു താമസിച്ച വീടിന്റെ പരിസരത്തെയും റെയിൽവേ സ്റ്റേഷനിലെയും വഴികളിലെയും CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. മഹാരാഷ്ട്രയിലെ മഹായൂതി സർക്കാരിന്റെ ശിവസേന ഭാഗമാകുമോ എന്ന അവ്യക്തത തുടരുന്നതിനിടെ വകുപ്പുകൾ തീരുമാനിക്കാൻ നിർണായക ചർച്ചകൾ ഇന്ന് ഡൽഹിയിൽ. ദേവേന്ദ്ര ഫഡ്നാവിസും അജിത് പവാറും ഇന്ന് അമിത്ഷായെ കാണും. ആഭ്യന്തര വകുപ്പ് വേണമെന്ന സേനയുടെ ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. നാളെയാണ് BJP നിയമസഭാ കക്ഷിയോഗം. ER രാഗേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, വിശദാംശങ്ങൾ. ഭവ്യ, മറ്റന്നാളാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏക്നാഥ് ഷിൻഡെ, കാവൽ മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെ നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലായിരുന്നു സത്താറയിൽ. അതിനുശേഷം ഇന്നലെ മുംബൈയിൽ മടങ്ങിയെത്തിയ ശേഷം ചർച്ചകൾ എന്നാണ് BJP നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരമൊരു ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം താനെയിലെ വസതിയിലാണ് ഉള്ളത്. നിലവിൽ ഏതായാലും അജിത് പവാർ ഡൽഹിയിലുണ്ട്. അജിത് പവാർ വകുപ്പുമായി ബന്ധപ്പെട്ട ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. അമിത്ഷായെ അദ്ദേഹം കാണും. ധനകാര്യ വകുപ്പ് അജിത് പവാറിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഭവന വകുപ്പ് കൂടി വേണം എന്നൊരാവശ്യം കൂടി ഇപ്പോൾ ഏതായാലും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഷിൻഡെ പക്ഷം ശിവസേന ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആ മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പെങ്കിലും നൽകണമെന്നൊരാവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് ശിവസേന. 57 സീറ്റ് ശിവസേനയ്ക്കുണ്ട്. 41 സീറ്റുള്ള NCPക്ക് പ്രധാനപ്പെട്ട വകുപ്പായ ധനകാര്യം നൽകുമ്പോൾ ആഭ്യന്തര വകുപ്പെങ്കിലും നൽകണം എന്നൊരാവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് BJP ഇതുവരെ വഴങ്ങിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഷിൻഡെ വിഭാഗം മുന്നണിയുടെ ഭാഗമാകുമോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് സർക്കാരിന്റെ ഭാഗമാകാനില്ല എന്ന് ഏക്നാഥ് ഷിൻഡെ പറയുന്നുണ്ട്. ഏതായാലും ഏക്നാഥ് ഷിൻഡെ അത്തരമൊരു കടുത്ത നിലപാടിലേക്ക് പോകുമോ എന്നാണ് അറിയാനുള്ളത്. ഏതായാലും അവരുടെ വിലപേശൽ ശേഷിക്ക് കുറവ് സംഭവിച്ചത് അല്ലെങ്കിൽ അവർക്ക് വിലപേശൽ ശേഷിയെ ബാധിച്ചത് NCPയുടെ നിലപാടാണ്. കാരണം ആദ്യം തന്നെ NCP ഇത്തരത്തിൽ സർക്കാരിനെ BJPയുടെ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നു, ഫഡ്നാവിസിനെ പിന്തുണയ്ക്കുന്നു എന്ന് അറിയിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് മറ്റ് അവകാശവാദങ്ങളിലേക്ക് കടക്കാൻ ശിവസേനയ്ക്ക് കഴിയാതെ പോയത്. എങ്കിൽ പോലും ചില ചർച്ചകൾ BJP നടത്തുന്നുണ്ട്. കാരണം സംസ്ഥാനത്ത് സർക്കാരിൽ നിലവിൽ ഷിൻഡെ മാറി എന്നാൽ പോലും അവരെ ബാധിക്കില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ കേന്ദ്രത്തിൽ നേരിയ ഭൂരിപക്ഷമാണ് NDA സർക്കാരിനുള്ളത്, മോദി സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ 7 അംഗങ്ങളുള്ള ശിവസേനയുടെ പിന്തുണ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒപ്പം നിർത്താനുള്ള ചർച്ചകൾ തുടരുന്നുണ്ട്. ഇന്നത്തെ യോഗത്തിൽ ഡൽഹിയിൽ ഏതായാലും ഫഡ്നവിസ് പോകുന്നുണ്ട്. ഫഡ്നവിസും അജിത് പവാറും അമിത്ഷായെ കാണും. അപ്പോഴും ഏക്നാഥ് ഷിൻഡെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മാറി നിൽക്കുകയാണ്. തീർച്ചയായും അപ്പോഴും ഷിൻഡെയെ പിണക്കാതെ മുന്നോട്ട് പോകാൻ തന്നെ ആയിരിക്കും തീരുമാനം, അല്ലെ BJPയുടെ?
ശരി, ആർ രാകേഷാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. അദാനി സംഭൽ വിഷയങ്ങളിൽ 5 ദിവസത്തെ സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം പാർലമെന്റ് നടപടികളോട് സഹകരിക്കാൻ പ്രതിപക്ഷം. ഇന്നലെ കക്ഷി നേതാക്കളുമായുള്ള ചർച്ചയിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിക്കാൻ സ്പീക്കർ അനുമതി നൽകിയിരുന്നു. തമിഴ്നാട്ടിൽ കനത്ത നാശം വിതച്ച ഫിൻചാൽ ചുഴലിക്കാറ്റിൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നോട്ടീസ് നൽകി. ആർ കിരൺ ബാബു ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ, വിശദാംശം. ഭവ്യ, പാർലമെന്റ് കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം അദാനി വിഷയം അടക്കമുള്ള വിഷയങ്ങൾ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ട് സ്തംഭിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ നിരയിൽ തന്നെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പല തൃണമൂൽ കോൺഗ്രസ്, SP അടക്കമുള്ള പാർട്ടികൾ തുടർച്ചയായി ഈ വിഷയം തന്നെ ഉന്നയിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇന്ന് അത് കൂടി അംഗീകരിച്ചിട്ടാവണം. കോൺഗ്രസ് ഇന്ന് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളിൽ അടിയന്തരമായ നഷ്ടപരിഹാരം നൽകുക എന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയത്തിലുള്ള നോട്ടീസാണ് ഇന്ന് മണികണ്ഠ ഠാക്കൂർ നൽകിയിരിക്കുന്നത്. എന്നാലും കോൺഗ്രസും അദാനി വിഷയത്തിൽ നിന്ന് മാറുന്നു എന്നുള്ള സൂചന തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ഭരണഘടനയുടെ 75ാം വാർഷികം പ്രമാണിച്ച് 2 ദിവസം ലോക്സഭയിലും 2 ദിവസം രാജ്യസഭയിലും 13-14 ദിവസങ്ങളിൽ ലോക്സഭയിലും 15-16 ദിവസങ്ങളിൽ രാജ്യസഭയിലും പ്രത്യേക ചർച്ച നടത്താമെന്നും പ്രതിപക്ഷവും സമ്മതിച്ചിരുന്നു. ആ വിഷയത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പ്രത്യേക തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി എന്തായാലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ പാർലമെന്റിൽ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകളാണ്, അല്ലെങ്കിൽ സംഘർഷത്തിന് അയവ് വരുന്നു എന്നുള്ള സൂചന കൂടിയാണ് ലഭിക്കുന്നത്. സ്വാഭാവികമായും ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് ഇനി ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാവുമോ എന്നുള്ള നിലപാട് ഇന്ന് അല്പസമയത്തുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഇന്ത്യ ബ്ലോക്കിലെ മറ്റ് കോൺഗ്രസ് ഒഴികെയുള്ള പ്രധാനപ്പെട്ട കക്ഷികളൊന്നും തന്നെ ഇപ്പോൾ ഇതുവരെയും കോൺഗ്രസിനൊപ്പമായിരുന്നു അദാനി വിഷയം മുൻനിർത്താനുള്ള സമരത്തിലെങ്കിലും ആദ്യം പരസ്യമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ പരസ്യമായി തന്നെ അവർ മറ്റു വിഷയങ്ങളിലേക്ക് പോകണം, പാർലമെന്റ് നടക്കണം. ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഇന്ത്യ ബ്ലോക്കിന്റെ യോഗം ഖർഗെയുടെ ചേംബറിൽ ചേരുമ്പോൾ അതിൽ പങ്കെടുത്തിരുന്നില്ല. അതിനുശേഷം സുദീപ് ബന്ദോപാധ്യായ തന്നെ പറഞ്ഞത് പശ്ചിമബംഗാളിന്റെ വിഷയമാണ് ഞങ്ങൾക്ക് പ്രധാനം, അത്തരം വിഷയങ്ങൾ ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, അല്ലാതെ അദാനി വിഷയത്തിന് പരസ്യമായ ഒരു എതിർ നിലപാട് ഈ പാർട്ടികളൊന്നും സ്വീകരിച്ചില്ലെങ്കിൽ പോലും പതിയെ ഇതിൽ നിന്ന് പിന്മാറുന്നു, കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി നിർത്തുന്നു എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ പാർട്ടികളുടെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് എത്തും ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. 4 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലാണ് അവധി. ഇനിയൊരു മുന്നറിയിപ്പുണ്ടാകുന്നതുവരെ കാസർഗോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ദക്ഷിണ കന്നഡ, ഉടുപ്പി ജില്ലകളിലും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. ആലപ്പുഴ കളർകോടുണ്ടായ വാഹന അപകടത്തിന് കാരണമായത് അമിത വേഗതയും മഴയും. നിയന്ത്രണം വിട്ട ടവേര സ്കിഡ് ചെയ്ത് എതിരെ വന്ന ബസ്സിലേക്ക് പാഞ്ഞു കയറി. ബസ് പരമാവധി ഒതുക്കിയിട്ടും കാറ് ഇടിച്ചു കയറി. വാഹനാപകടത്തിൽ മരിച്ച ആലപ്പുഴ വണ്ടാനം TD മെഡിക്കൽ കോളേജിലെ 5 വിദ്യാർത്ഥികൾ മുതൽ ആരംഭിക്കുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധം ഇന്ത്യയിൽ കനക്കുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുമെന്ന ആശങ്ക പരക്കുകയാണ്. അഗർത്തയിലെ ബംഗ്ലാദേശ് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനിലേക്ക് നടന്ന പ്രതിഷേധത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതേസമയം ഹിന്ദുക്കൾക്കെതിരെ അതിക്രമങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നേതൃത്വം നൽകുന്നു. മുഹമ്മദ് യൂനുസ് തള്ളി. ഹിന്ദു സംഘർഷ് സമിതിയാണ് അഗർത്തലയിലെ ബംഗ്ലാദേശ് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷന് മുന്നിൽ പ്രകടനം നടത്തിയത്. ഇസ്കോൺ അംഗമായ ചിന്മോയ് ദാസിനെ മോചിപ്പിക്കണമെന്നും മതപരമായ പീഡനം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അടിച്ചമർത്തലിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. BJP നേതാവ് സുബൽ ഭൗമിക് പ്രകടനത്തിൽ പങ്കെടുത്തു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു. അഗർത്തലയിലെ ബംഗ്ലാദേശ് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷന്റെ പരിസരത്തേക്ക് അതിക്രമിച്ചു കയറിയത് ഖേദകരമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനും രാജ്യത്തെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട മറ്റു സ്ഥാപനങ്ങൾക്കും സുരക്ഷ വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. നയതന്ത്ര പ്രാധാന്യമുള്ള ഇടങ്ങൾ ഒരു കാരണവശാലും ടാർഗറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തിരുത്തൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സാഹചര്യം വഷളാകുമെന്ന് ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹയുടെ പ്രസ്താവനയും ഇതിനിടയിൽ പുറത്തുവന്നു. ബംഗ്ലാദേശുമായി 856 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ത്രിപുരയിൽ സംഘർഷ സാധ്യത വർദ്ധിക്കുകയാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗ്ലാദേശിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയെ വിന്യസിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണമെന്നും മമത വ്യക്തമാക്കി.
വിശ്വ ഹിന്ദു പരിഷത്ത് ബംഗ്ലാദേശിനെതിരെ സാമ്പത്തിക ബഹിഷ്കരണ മുന്നറിയിപ്പ് നൽകി. VHP നേതാക്കൾ മുംബൈയിലെ ബംഗ്ലാദേശ് കോൺസൽ ജനറലിനെ കണ്ട് ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇസ്കോൺ സന്യാസിയെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഭൂരിഭാഗം പ്രചാരണവും അടിസ്ഥാനരഹിതമാണെന്നാണ് മുഹമ്മദ് യൂനസിന്റെ നിലപാട്. ഇന്ത്യൻ മാധ്യമപ്രവർത്തകർ വസ്തുതകൾ അന്വേഷിച്ച് യാഥാർത്ഥ്യം റിപ്പോർട്ട് ചെയ്യണമെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ യൂനസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അലപ്പോ നഗരം പിടിച്ചെടുത്ത വിമതർക്കെതിരെ ആക്രമണം കടുപ്പിച്ച് സിറിയൻ സൈന്യം. ദൌത്യത്തിൽ സിറിയയെ സഹായിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അലപ്പോയിൽ നിന്ന് വലിയ തോതിലാണ് ജനങ്ങൾ പലായനം ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ അലപ്പോ പിടിച്ചെടുത്ത വിമതരെ തുരത്താനുള്ള ശ്രമത്തിലാണ് സിറിയൻ സർക്കാർ. സിറിയൻ സൈന്യവും റഷ്യൻ യുദ്ധവിമാനങ്ങളും വിമതരുടെ കൈവശമുള്ള പ്രദേശങ്ങളിൽ ആക്രമണം ശക്തമാക്കി. സിറിയയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തേക്കാണ് ശക്തമായ വ്യോമാക്രമണം നടക്കുന്നത്. സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇറാനിയൻ സൈനിക ഉപദേഷ്ടാക്കൾ സിറിയയിൽ തന്നെ തുടരും. ഇറാൻ പിന്തുണയുള്ള സായുധ സംഘത്തിലെ 100 കണക്കിന് അംഗങ്ങൾ സിറിയയിലേക്ക് കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അലപ്പോ പിടിച്ചെടുത്ത വിമതർക്കെതിരെ പോരാടാൻ സർക്കാരിനെ സഹായിക്കുകയാണ് സായുധ സംഘത്തിന്റെ ലക്ഷ്യം. UK ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കനുസരിച്ച് ഏറ്റവും പുതിയ റൗണ്ട് പോരാട്ടത്തിൽ സിവിലിയന്മാരും സൈനിക ഉദ്യോഗസ്ഥരുമായി 446 പേർ കൊല്ലപ്പെട്ടു. വടക്കു പടിഞ്ഞാറൻ സിറിയയിലെ ഇദ്ലിബ് പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം അഥവാ HTS എന്ന ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പാണ് സിറിയൻ ഗവൺമെന്റിനെതിരായ മിന്നലാക്രമണം നയിക്കുന്നത്. ഒരു ദശാബ്ദത്തിലേറെയായി സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഭരണത്തിന് വലിയ വെല്ലുവിളിയാണ് വിമതർ ഉയർത്തുന്നത്. സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോയുടെ ഭൂരിഭാഗവും ഇപ്പോൾ വിമതസേനയുടെ നിയന്ത്രണത്തിലാണ്. മധ്യഭാഗത്തുള്ള നഗരമായ ഹാമയിലേക്കാണ് വിമതസേന മുന്നേറ്റം തുടരുന്നത്. ഗാസയിൽ ഹമാസുമായുള്ള ഇസ്രായേൽ യുദ്ധം തുടരുന്നതിനിടയിലാണ് മിഡിൽ ഈസ്റ്റിലെ പുതിയ പോർമുഖം ഭീതി പരത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തൃശൂരിലെ തോട്ടം മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷം. റബ്ബർ അടക്കമുള്ള കാർഷിക വിളകൾ ആനകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. ചൊക്കന മുപ്ലി മേഖലയിൽ കാട്ടാനകൾ പതിവായി തമ്പടിക്കുകയാണ്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ആനകൾ തോട്ടത്തിലെത്തുന്നു. ഇതോടെ ടാപ്പിംഗ് അടക്കം വലിയ പ്രതിസന്ധിയിലാണ്. ചൊക്കന, കാരിക്കടവ്, മുപ്ലി മേഖലയിൽ മാത്രം 100 ഏക്കറിലേറെ റബ്ബർ മരങ്ങൾ ആനകൾ നശിപ്പിച്ചിട്ടുണ്ട്. തോട്ടമേഖലയിൽ കുറച്ച് നാളുകളായിട്ട് പുതിയതായി വെക്കുന്ന തൈമരങ്ങൾ മുഴുവൻ ആന തന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 75-80 ഹെക്ടറോളം തൈകൾ മുഴുവൻ ആന ഫുള്ളായിട്ട് ഇല്ലാതെയാക്കി. ഈ പ്രദേശത്തെ ജനങ്ങൾ, അതായത് വരന്തരപ്പള്ളി, മറ്റത്തൂര് പഞ്ചായത്തിലെ ജനങ്ങൾ, നിരവധി കുടുംബങ്ങൾ ഈ തോട്ടം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇത് പുതിയ തൈ വയ്ക്കുന്നത് മുഴുവൻ ആന നശിപ്പിച്ചാൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തൊഴിലില്ലാതെയാവും. ഹാരിസൺ പ്ലാന്റേഷനിലെ കാരിക്കടവിൽ 50 ഏക്കറോളം സ്ഥലത്ത് റീപ്ലാന്റ് ചെയ്ത 10,000-ഓളം റബ്ബർ തൈകൾ കാട്ടാനകൾ നശിപ്പിച്ചു. ചക്കിപ്പറമ്പിൽ 75 ഹെക്ടറിലാണ് ആനകൾ നാശം വരുത്തിയത്. മുപ്ലിയിൽ 2 ആഴ്ച മുമ്പ് 3000-ഓളം തൈകൾ നശിപ്പിച്ചു. വലിയ ഭീതിയിലാണ് തൊഴിലാളികൾ. വന്യമൃഗങ്ങളുടെ ഒരു തേരോട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആനയും പുലിയും അങ്ങനെ ഇവിടെ വളർത്തുമൃഗങ്ങളെയൊന്നും ഒക്കെ പുലി പിടിച്ചു പോകും. ബാക്കി കൃഷികൾ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ആനയെ നശിപ്പിക്കും. അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എസ്റ്റേറ്റ് ഏരിയ ഇപ്പം അടുത്ത് തന്നെ ഇല്ലാതാകാവുന്നൊരു സാഹചര്യമാണ്. റഞ്ച് കയറുക എന്നല്ലാണ്ട് വേറൊരു മാർഗം ഇവിടെ ജീവിക്കുന്ന ഞങ്ങൾക്ക് പറയാനില്ല. 4 വർഷത്തിനിടെ ചൊക്കനയിലും മുപ്ലിയിലുമായി കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. പരിക്കേറ്റവർ നിരവധി. വനാതിർത്തിയിൽ ട്രെഞ്ച് അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 തൃശൂർ. തിരുവനന്തപുരം കോട്ടൂർ സ്കൂളിലെ ഭക്ഷ്യമേള വേറിട്ടതായി. നിരവധി വിഭവങ്ങളാണ് കുട്ടികൾ അണിനിരത്തിയത്. കോട്ടൂർ സർക്കാർ UP സ്കൂളിലെ ഭക്ഷ്യമേള കുട്ടികൾക്ക് പുതിയ അനുഭവമായി. നാടൻ വിഭവങ്ങൾ മാത്രമല്ല, വനവിഭവങ്ങളും മേളയിൽ അണിനിരന്നു. കാട്ടുകപ്പ, കാട്ടുകാന്താരി, കാട്ടുനെല്ലിക്ക എന്നിവയും പരണ്ടക്ക, കോട്ടപ്പം, നെടുവൻ കിഴങ്ങ്, മുട്ടസുർക്ക, കവല തുടങ്ങിയവയും പ്രീതി നേടി. രുചിയൂറും വിഭവങ്ങൾ വേഗത്തിൽ വിറ്റുതീർന്നു. മേളയോടനുബന്ധിച്ച് ബിരിയാണി ചലഞ്ചും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പൂർണ്ണമാകുന്നു വാർത്താരംഭം. ഇടവേളയ്ക്ക് ശേഷം കാണാം ന്യൂസ് ട്രെൻഡ്സ്. നമസ്കാരം.